The end is the beginning and the beginning is the end. ആരംഭം അവസാനവും അവസാനം ആരംഭമാണെന്ന് പറയും. ഒരു ടൈം ലൂപ്പ് പോലെ, ഒരു കഥ പോലെ ഇങ്ങനെ കേട്ടിരിക്കാനും പറയാനൊക്കെ ഒരുപാട് രസമാണ് കുറെ കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ തൊണ്ടി ഇടറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല ഞാൻ ഈ പരിസരത്ത് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന നിർത്തി. എന്തോ ആയിക്കോട്ടെ പോട്ടെ ചോദിച്ചു മേടിച്ചു. ഓപ്പൺ ഒരു ആർട്ട് ഇങ്ങനെ മാസ്റ്റർ ചെയ്യണം നമുക്ക് പരിചയം. എനിക്ക് തോന്നുന്നത് ഇമോഷണലി ആ സ്റ്റോറിയിലോട്ട് പോയ എനിക്ക് ഉള്ളിൽ ആ ഫീൽ ചെയ്യുന്നുണ്ട് ആ ദിവസം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് സോ സ്പെഷ്യൽ. തെറ്റിക്കഴിഞ്ഞ ഒരു കാര്യം ചെയ്യണം, അവിടെ നിന്ന് ഓടി വന്ന് എന്നെ സ്റ്റാപ്പ് ചെയ്തിട്ട് ഏത് കുഴപ്പമില്ല, അടിക്കാതെ പറഞ്ഞ വേറെ ഒന്നുമല്ലല്ലോ. മമ്മൂക്കൊക്കെ പറഞ്ഞ പോലെ അഭിനയത്തിനോടുള്ള ഒരു ആർത്തി എന്ന് പറഞ്ഞ പോലെ ഇതിനോടൊരു ആർത്തി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് വരാവൂ. കാര്യം ഒരു പോയിന്റിൽ ഭയങ്കര ബോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് തോന്നും. കുറേ തിയറീസും കുറേ സാധനങ്ങളും മാത്രം എന്തൊക്കെ വട്ടുപിടിക്കും. എന്താ ചേട്ടാ പേരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആളുടെ സംസാരം വരുന്നില്ല, ആള് ഹിപ്നോട്ടിക് സ്റ്റേജിലായിപ്പോയി. നമ്മളൊന്നും ചെയ്തിട്ടല്ല. എന്നിട്ട് ഞാൻ സജഷൻസ് കൊടുത്തു, ചേട്ടാ റിലാക്സ് ചെയ്തിട്ട് കംഫർട്ടായിട്ട് സംസാരിക്കുന്നു. ആൾ സംസാരിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കുന്നു. അപ്പൊ അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ ടീമിലുണ്ട്, ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലല്ലോ, ഇതൊക്കെ എന്താ? എന്തെങ്കിലും ചോദിക്കാൻ അടുത്ത ഈ ഫിലിമാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ ഏത് മേഖലയിലേക്ക് ആക്ടിങ് ഉണ്ട്? സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അത്യാവശ്യം എഴുതും. അപ്പം അതും നമ്മളൊരു വേണ്ട ഭാവിയിൽ നിങ്ങൾ സിനിമ പ്രതീക്ഷിക്കാമോ ഡയറക്ഷന്റെ റൂട്ടിലേക്ക് ഒരു ഫിലിം? പ്രൊഡ്യൂസറേട്ടാ അല്ല, ഇവിടെ ഞങ്ങളെ ഒരു പ്രൊജക്ടിന്റെ ഡിസ്കഷനിലാണ്. അത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തിട്ടേ ഒരു മെന്റലിസ്റ്റ് എന്നുള്ളൊരു ജേണർ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ സബ്ജക്റ്റിൽ തന്നെ ലൈക്ക് നമ്മുടെ ബോളിവുഡിൽ വന്നിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് ജേണർ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സാധനത്തിന്റെ ഒരു വർക്കിലാണ് ഒരു സ്ക്രിപ്റ്റ്. അപ്പം എനിക്ക് ഡയറക്ഷനും മേക്കിംഗ് ഇല്ല നടക്കുമെന്നൊന്നും അറിയില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ഒരുന്ന് ആലോചിക്കും, പിന്നെ അതിങ്ങനെ എനിക്ക് തൃപ്തി വരില്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ ഭയങ്കര ഇത് പാടാം. ഞാൻ ഒരു സാധനം എഴുതി ചുരുട്ടിക്കളയും. അപ്പം എന്തെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. കള്ളം പറയുമ്പോ തൊണ്ട ഇടറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ തൊണ്ട ഇപ്പൊ ഇടറി. നേരത്തെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ തൊണ്ടി ഇടറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല ഞാൻ ഈ പരിസരത്ത് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന നിർത്തി. എന്തോ ആയിക്കോട്ടെ പോട്ടെ. ഏതെങ്കിലും ഒരു ഷോ ചെയ്യണ സമയത്ത് അനന്ത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി തോന്നി, പക്ഷെ യു ഡിഡ് ഇറ്റ് എന്ന് തോന്നിയതുണ്ട് ഷോന്റെ ലൈഫ് ടൈമില്? സീക്രട്ട് ലെറ്റർ ഞങ്ങൾ ഒരിക്കലും നടക്കും എന്ന് വിചാരിച്ച ഒരു ഷോ അല്ലേ അത്. ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് അങ്ങനെ നടന്നൊരു ഷോയാണ്. 2018 ഞങ്ങൾ ഈ ഷോ ഡിസൈൻ ചെയ്തു. അപ്പോഴത്തേക്ക് ഉടനെ പ്രളയം വന്നു. ഈ ഷോ അല്ലേ ഇതിന്റെ ചെറിയൊരു രീതി. 18 ഇതിന്റെ ഇത്ര സീക്രട്ട് ലെറ്റർ എന്നുള്ള ജേണർ അല്ല, വേറൊരു ജേണർ. 2019 സെയിം സാധനം ഡിസൈൻ ചെയ്തു, പ്രളയം വന്നു. 2019 പ്രളയം. ശരി, 2020 ടാഗോർ തിയേറ്റർ ബുക്ക് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു, കോവിഡ് വന്നു. എന്നിട്ട് ശരി എല്ലാം മറന്ന് അപ്പൊ പിന്നെ നമുക്ക് ഗ്യാപ്പായി. കോവിഡിന്റെ ആ ഒരു ടൈമിൽ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ ആലോചിക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പൊ ആ ടൈമിൽ ഒരു 3-4 കൊല്ലം കൊണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് 2024 എത്തിയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. തിയേറ്ററിന് വീണ്ടും അതേ തിയേറ്റർ, അതേ ഞാൻ, അതേ പ്രൊഡക്ഷൻ ടീം, അതേ പ്രൊഡക്ഷൻ കമ്പനി എല്ലാവരുമായിട്ട് ചെല്ലുന്ന സമയത്ത് PWD ഒരു മറ്റേ റോഡിന്റെ പണി കറക്റ്റ് ആ തിയേറ്റർ ടാഗോർ തിയേറ്ററിന്റെ ഫ്രണ്ടില് 2024 ഞാൻ അനൗൺസ് ഒക്കെ ചെയ്തു, ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും വരാൻ വെയിറ്റിംഗ് ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഒക്കെ ഇട്ടു അപ്പോളജൈസ് ചെയ്തിട്ട്. പിന്നെ അന്നേ ദിവസം അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ടാഗോർ തിയേറ്ററിൽ ചോർച്ച, മഴ പെയ്തിട്ടേ. അപ്പൊ ഇത്രയും ഗതികെട്ടൊരു അപ്പൊ അങ്ങനെ ഭയങ്കര കാത്തിരുന്ന് വന്നൊരു സാധനം. പക്ഷെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് കിട്ടുന്നതിന് ഭംഗി കൂടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ഭംഗി കുറവുണ്ടാവും. പ്രണയത്തിന്റെ കാര്യത്തിൽ തന്നെ എടുക്കാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇല്ല, ഇപ്പൊ ഗീതാഞ്ജലി അല്ലേ, ഗീതാഞ്ജലിക്ക് ഒരാളുടെ അടുത്ത് ഭയങ്കര ക്രഷ്. ഗീതാഞ്ജലി ചെന്ന് പറഞ്ഞ സ്പോട്ടിൽ ആൾ എസ് പറയുന്നതും ഗീതാഞ്ജലി ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന് ആളുടെ അടുത്ത് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലേ? അതേ സെയിം സാധനം എനിക്ക് എന്റെ പ്രൊഫഷനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് അറ്റ് ദ ലാസ്റ്റ് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഏജും ലൈക്ക് വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി പറ്റില്ല.
അപ്പോൾ അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് സംഭവിച്ചൊരു സാധനമാണിത്. ഇപ്പം ഈ വർഷം 2025 നമ്മളിത് ലോഞ്ച് ചെയ്തത് ഒഫീഷ്യലി. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല, നമ്മൾ ഈ ആളുകൾ ഇരിക്കുന്ന സമയത്ത് പിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ന ആളെ ചെയ്ത സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഇന്നൊരു ടാസ്ക്. അതാ ഞാൻ പറഞ്ഞു, ആ ഷോയിൽ 1-2 ആൾക്കാർ സെൽഫ് ഹിപ്നോട്ടൈസ്ഡ് ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന സമയത്ത് അവർ ആ സ്റ്റേജ് ആംബിയൻസ് ഒക്കെ കണ്ട സമയത്തെ നമ്മൾ നോർമലി ഹിപ്നോട്ടിക് സജഷൻസ് കൊടുക്കും, പക്ഷെ ഇത് കൊടുക്കാതെ തന്നെ ഒരാൾ ഞാനിങ്ങനെ എന്താ ചേട്ടാ പേരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആളിന് സംസാരം വരുന്നില്ല, ആള് ഹിപ്നോട്ടിക് സ്റ്റേജിലായിപ്പോയി. നമ്മളൊന്നും ചെയ്തിട്ടല്ല. നിങ്ങൾ എന്തെങ്കിലും വെക്കോ, അതായത് ഷോക്ക് ഇപ്പൊ കയറുന്ന സ്ഥലത്ത് ഡാർക്ക്നെസ് അല്ലാതെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അത് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് ഓക്കെ ആള് ഇങ്ങനെയായി സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ സജഷൻസ് കൊടുത്തു, ചേട്ടാ റിലാക്സ് ചെയ്തിട്ട് കംഫർട്ടായിട്ട് സംസാരിക്കുന്നു. ആള് സംസാരിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാവരും കൈയടിക്കുന്നു. അപ്പൊ അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ ടീമിൽ ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലല്ലോ, ഇതൊക്കെ എന്താ അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ആളെ സംസാരിപ്പിച്ചു. ആ സാധനം അങ്ങനെ ആയിപ്പോയത്, ഡൈവേർട്ടായി അങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമില്ലേ. പക്ഷെ പർപ്പസ്ഫുള്ളി ഞാൻ അങ്ങനെ ചെയ്തതല്ല. ഞാനത് പറഞ്ഞു, നമുക്ക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പ്രിപ്പയർഡ് അങ്ങനെയൊന്നും അല്ല, ഇത് സംഭവിച്ചു പോയത്. അടുത്തൊരു ആക്ടിവിറ്റി ചെയ്താലോ അനന്ത? നമുക്ക് അതാണ് അറിയേണ്ടത്, പ്ലീസ്. അതെ, ആദരക്ക് എന്തെങ്കിലും ചോദിക്കണ്ടോ? ഒരുപാട് ഡിഫറൻസ് വന്നു. ബിക്കോസ് അനന്തു നമ്മൾ കാണുന്ന സമയത്തിന് നമ്മളിപ്പോ കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അനന്തുന്റെ മാജിക് അങ്ങനെയാ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഞാൻ യൂണിയൻ മെമ്പറാ. യൂണിയനിലെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. മറ്റേ കലാകിരീടമൊക്കെ അങ്ങോട്ടൊന്നും പറയുന്നില്ല, അവിടെ തിരിച്ചു. അങ്ങനെ അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അനന്തുവിന്റെ പ്രോഗ്രാം ഉണ്ട്, ഓക്കെ ഫൈൻ. അനന്തു ചെറുതാണ് കാണിക്കുന്നതെങ്കിൽ അനന്തുവിന്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസാ. ബിക്കോസ് പിള്ളേര് വന്നിരിക്കും, കേട്ടിരിക്കാൻ ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ പറയുന്നതാണെങ്കിലും പിന്നെ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടെ ആളുകൾക്ക് റിലേറ്റബിൾ ആവും കാര്യങ്ങള്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് സംസാരം ഇപ്പോഴും സെയിം ഒക്കെ തന്നെയാണ്. അപ്പോഴത്തെ പോലെ ഇപ്പോഴും ആൾക്കാരെ ക്യാച്ച് ചെയ്ത് നിർത്താനുള്ള കഴിവ് എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ മറ്റേ പ്രസംഗിക്കാൻ വായിക്കും, എന്താ പറയണ്ട, അങ്ങനെയല്ല. ഞാൻ പിന്നെയും പറയാണ്, ഞാൻ എക്സ്ട്രീം ഷൈ ആണ്. എനിക്ക് കംസ് ടു മെന്റലിസം അല്ലെങ്കിൽ ആൾക്കാർ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതിൽ എത്തുമ്പോ സംസാരിക്കുന്ന രീതിയൊക്കെ. അനന്ത അന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അല്ലേ? എന്തിന് പൊളിറ്റിക്സിൽ എന്തിനാ ആവശ്യമില്ലാത്ത നമ്മൾ ഒരാൾ അറിയണ സമയത്ത് നമ്മളിപ്പോ അയാൾ മെന്റലിസ്റ്റ് ആണ്. അല്ല ഒരു മിനിറ്റ്, ഞാൻ ബിരിയാണി വാങ്ങിച്ചു. അത് മാത്രല്ലല്ലോ നമ്മൾ സംസാരിക്കുക. വി ആർ ക്യൂരിയസ് ടു നോ യു. ആണോ ജയിക്കുമായിരുന്നില്ല? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ബിക്കോസ് ഒന്ന് ഈ സാധാരണ ഒബ്വിയസ്ലി പെൺകുട്ടികൾക്ക് പാട്ട് പാടുന്നവർ. അയ്യോ അല്ല, അങ്ങനെ എനിക്കൊരു ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അവിടെ ഒരു യൂണിയനിൽ ഒരാൾ വരുന്ന സമയത്ത് അത്രയും ലീഡർഷിപ്പ് സ്കില്ലും അതിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ആളെ തന്നെ വരണം. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു കളിച്ച് ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ജയിക്കുമോ എന്നായിരുന്നു, ജയിക്കാനുള്ള കഴിവ് ഇഷ്ടം കിട്ടിയ മതി ആളുകളുടെ. അങ്ങനെ എന്തോ എനിക്കറിയില്ല. സോ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഡയലോഗ് സിനിമയില് അനന്തനിലേക്ക് എപ്പോ ഞാൻ എവിടെ യൂസ് ചെയ്താലും അത് വർക്ക് ആവാൻ തോന്നിയിട്ടുള്ള ഡയലോഗ് ഏതായിരിക്കും? അതായത് ഏത് ഏജ് കാറ്റഗറിയിലാണെങ്കിലും എല്ലാവരുടെ അടുത്തേക്കും ഒരൊറ്റ ഡയലോഗ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തന് എപ്പോഴും ഷോയിലൊക്കെ ചിന്തിക്കുമല്ലോ, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക. സോ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ആവും എന്ന് തോന്നിയിട്ടുള്ള ഡയലോഗ്? ഏജ് കാറ്റഗറി അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ വെട്ടത്തിലെ വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കുടക്കയിലേക്ക് ഓടിക്കയറിയ ആളാത്താനെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ആരെങ്കിലും നോക്കി പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ അവരെ കുറിച്ചാണോ പറയുന്നതെന്ന് വിചാരിച്ചിട്ടേ ഒരു നല്ലൊരു രസമാണ് കേട്ടോണ്ടിരിക്കാനും പറയാൻ. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, വെട്ടം സിനിമ. മെന്റലിസം ആക്ടിവിറ്റി നേരത്തെ എന്തോ ആലോചിച്ചിട്ട് എന്തോ പറയാൻ, എന്തോ ഒരു ഏതായിരുന്നു അത്, ടീച്ചറിന്റെ കാര്യം. എനിക്കത് കിട്ടിയില്ല നേരത്തെ. ലെറ്റേഴ്സ് ഒന്നും ആലോചിക്കാം, എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഡു വൺ തിങ്. ശരിയായി കഴിഞ്ഞാൽ വെറുതെ പറയാ അനന്തു ചേട്ടാ യുവർ ഓസം, ചുമ്മാ രസത്തിന്. തെറ്റിക്കഴിഞ്ഞാൽ പറയൂലെന്ന്, തെറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി വിശ്വാസം വന്നു അവർക്ക് അല്ലേ? അവർ ആദ്യം ഇരുന്ന പോലെയല്ല. ആദ്യം വരെ ഇങ്ങനെ അനന്തു ചേട്ടനെ നമ്മള് പിടിക്കും, ഈ ആറ്റിറ്റ്യൂഡായിരുന്നു. ഇപ്പൊ പറഞ്ഞു തെറ്റിക്കഴിഞ്ഞ ഒരു കാര്യം ചെയ്യണം, അവിടെ നിന്ന് ഓടി വന്ന് എന്നെ സ്ലാപ്പ് ചെയ്തിട്ട്. ഏത് കുഴപ്പമില്ല. എന്താ അടിക്കാതെ പറഞ്ഞ വേറൊന്നും അല്ലല്ലോ. ഓ അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ സമ്മതമുണ്ട്. റിമെമ്പർ, ഇമാജിൻ ദ ഫസ്റ്റ് ലെറ്റർ, ഗോ ത്രൂ ദാറ്റ് ലെറ്റേഴ്സ് വൺ ബൈ വൺ. A B C D E F G H I J K. ഒന്ന് സ്പെല് ചെയ്തേ, ലെറ്റേഴ്സ് ഒന്ന് സ്പെല് ചെയ്തേ.
അതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലൊരു സാധനമുണ്ട്, എനിക്ക് അതാണോ എന്ന് കൺഫേം ചെയ്യാൻ മാത്രം, ഒരു കൺഫർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ ലെറ്റേഴ്സ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഉറക്കെ വെർബലി. ഓ ഇപ്പൊ പറയണോ? അതെ. REMYA. ഞാൻ ABCD പറയാം. ഞാൻ ആരെയാ വിളിച്ചോണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് ഉത്തരൊക്കെ ഇതിപ്പോ ലാഭമല്ലോ. ഞാൻ വേറെ ആലോചിക്കാം. വേണ്ട പോട്ടെ പോട്ടെ. ഒരു ദിവസം കൂടി ഉണ്ട്. കുട്ടിയുടെ പേരെന്താ? ഷോയ്ക്ക് വാ, നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഷോ ചെയ്യാം. പുളി. വേറെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി എന്നോട് പെർഫോം ചെയ്യാൻ പറയും. ഞാനൊരു കാര്യം ചെയ്യാം, സ്കൂൾ ലൈഫ് പോവാട്ടോ. പെർഫോം ലാസ്റ്റ് ആണ്. ഇനി പെർഫോമൻസ് ചെയ്തില്ല എനിക്ക്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സാധനം അങ്ങ് പോകും, കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലോ അങ്ങ് പോകും. ഒരു പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇഷ്ടമല്ലേ പാടാൻ? ഡാൻസ് ഒന്ന് കണ്ണടയ്ക്കും. ഇവിടെ വേണ്ട വേണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ വിചാരിച്ചതായിരുന്നു രക്ഷപ്പെടുമെന്ന്. ഗോ ത്രൂ ലൈക്ക് ഒരു ചൈൽഡ്ഹുഡിലേക്ക്, സ്കൂൾ ഡേയ്സിലേക്ക്, സ്കൂൾ മെമ്മറീസിലേക്ക് പോവുക. യു ഹാവ് യുവർ ഫേവറേറ്റ് ക്ലാസ് ദർ. ഓക്കെ, ഗോ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ മെമ്മറി. അവിടെ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ലൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന മെമ്മറീസ് ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിങ്ങനെ ഒരു കഥ പോലെ വെറുതെ ഒന്ന് കണ്ണ് തുറക്കണ്ട, അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് പറയാൻ പറ്റുമോ ആ മെമ്മറീസ്? ഏത് ക്ലാസ്സിലായിരുന്നു അന്നേരം പഠിച്ചിരുന്നത്? ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നു? ഞാൻ പറയണോ? പറഞ്ഞു. അത് താൻ കണ്ടുപിടിക്കും. എനിക്കറിയില്ല, ഞാൻ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. എനിക്കിങ്ങനെ സ്കെപ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. കട്ട് ചെയ്യണേ. ഇല്ല ചുമ്മാ. ഞാനോ? ഞാൻ 10B. 10Bയില് ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മെമ്മറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലായിരുന്നു? അപ്പം ഏത് വിഷയമായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഉണ്ടായ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? വെറുതെ മനസ്സിലാണോ പറയണ്ടേ? ആ പറഞ്ഞോ. മനസ്സിലല്ലേ? അല്ലല്ല, ഉറക്കെ. അനുഭവമാണോ? അപ്പൊ ഞാൻ ഉത്തരം പറയല്ലേ? ഉത്തരം പറഞ്ഞോ. പറഞ്ഞോ. പറയണോ? ഓക്കെ, ഞാൻ 10Bയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കഥയായിട്ട് അതായത് പാഠപുസ്തകമായിട്ട് ബന്ധമുള്ള സ്റ്റോറീസ് നമുക്ക് സിനിമയായിട്ട് കാണിക്കും ചിലത്. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഒരു 3:30 ആകുമ്പോഴാണ് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര മഴ പെയ്തു സ്കൂളിൽ ഫുള്ള്. ഭയങ്കര എൻ്റെ നാട്ടിൽ മഴ പെയ്തിട്ട് അന്നത്തെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്കൂളിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ 4 മണിക്ക് സ്കൂൾ കഴിയും, പക്ഷെ അന്നൊരു 6 മണി വരെ ഈ മഴ തോരാൻ വേണ്ടി നമുക്ക് നിൽക്കേണ്ടി വന്നു. എന്നിട്ട് മഴ തോർന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഏകദേശം ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര വെള്ളത്തിൽ നടന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തണത്. സോ എനിക്ക് ആ സ്കൂൾ മെമ്മറി എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം എനിക്ക് ഐ വാസ് എൻജോയിങ്. ഓർമ്മയുണ്ടോ? ഏത് വിഷയമായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മലയാളോ ലാംഗ്വേജ് ആണ്. മലയാളം ഒരു ഇംഗ്ലീഷ് ആണ്. അത് ഇനി കിട്ടി കാണുമോ? ഇതൊന്നും പറ്റത്തില്ല. ഇത് ഞാൻ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പക്ഷേ ലൈക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട് ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. ഡാർക്ക്. ദ എൻഡ് ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ ബിഗിനിങ് ഈസ് ദ എൻഡ്. ആരംഭം അവസാനവും അവസാനം ആരംഭമാണെന്ന് പറയും. ഒരു ടൈം ലൂപ്പ് പോലെ, ഒരു കഥ പോലെ ഇങ്ങനെ കേട്ടിരിക്കാനും പറയാനൊക്കെ ഒരുപാട് രസമാണ് കുറേ കാര്യങ്ങൾ. ഡാർക്ക് സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. എനിക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് കിട്ടിയൊരു സാധനമാണ്. Before starting this show, we just kept something like there. ആ ഒരു ഗ്ലാസ് ഒന്നേ, അതിൻ്റെ അകത്തൊരു ആ ഗ്ലാസ് ഒന്ന് കയ്യിലെടുക്കൂ. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന് ഞാൻ MD-യോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ കട്ട് ചെയ്ത് ഒന്നും കട്ട് ചെയ്ത്? ഇത് അൺകട്ട് തന്നെ വരണം. ഇത് ഒരു സാധനം കട്ട് ചെയ്ത് ഇതിന് ചോദിച്ചു മേടിച്ചാ. Take the paper. Open it. എടാ
ശരിക്കും കാണിച്ചു കൊടുക്കും 10B. എന്തായാലും വിഷ്വല് മഴ, കുട്ടികൾ. വൈകിട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവരെ മഴയത്ത് നനഞ്ഞു നിൽക്കുക. താങ്ക് യു. കൊടുത്തോ അവർക്ക്? കണ്ണൊക്കെ നിറഞ്ഞ് ഞങ്ങൾ തമ്മിലൊന്നുമില്ല. അല്ല, എനിക്കറിയില്ല. ഞാൻ അന്തിനോടൊന്നും സംസാരിച്ചില്ല. അതെ, ജസ്റ്റ് ഒന്ന് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. അല്ല, ദാറ്റ് ഇസ് വൈ എന്റെ ഭയങ്കര കോർ മെമ്മറിയാണ് എന്റെ സ്കൂൾ എന്ന് പറയണേ. മനസ്സിലായി. താങ്ക് യു ആനന്ദ്. താങ്ക് യു. ഇനി ചെയ്യില്ലാതാണോ പറയണേ? മതി മതി മതി. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്താം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഓക്കെ, ആരെങ്കിലും മൈൻഡ് ഓഫ് ചെയ്യുന്നോ? സോ ആനന്ദ്, ലൈക്ക് ഇത് ഭയങ്കര ഞാൻ തിരിഞ്ഞു. ദിസ് ഇസ് ആൻ ആർട്ട്. ലൈക്ക് അല്ല, അത്രേ ഉള്ളൂ. ആർട്ടായിട്ട് മാത്രം കണ്ടാ ദിസ് ഇസ് ആൻ ആർട്ട്. ഐ നോ, ലൈക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, പക്ഷെ ഇറ്റ് ഈസ് യുവർ ഹാർഡ് വർക്ക്. ഒരു ആർട്ട് ഇങ്ങനെ മാസ്റ്റർ ചെയ്യണം. നമുക്ക് പരിചയം എനിക്ക് തോന്നുന്നതാണ്. ഇമോഷണലി ആ സ്റ്റോറിയിലോട്ട് പോയത് എനിക്ക് ഉള്ളിൽ ആ ഫീൽ ചെയ്യുന്നുണ്ട് ആ ദിവസം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് സോ സ്പെഷ്യൽ ഫോർ മീ. കമോൺ, ചോദിച്ചോളൂ. എനിക്കിപ്പോ മെന്റലിസം പഠിക്കണം വിചാരിക്കുക. അപ്പൊ അതെങ്ങനെയാ? പ്രൊഫഷണൽ ആയിട്ട് കോഴ്സ് ഉണ്ടോ? അത് കുറെ പേര് അതിലോട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. ശ്രദ്ധിച്ച് കോഴ്സിന് ചേരണം. ഒരുപാട് സ്കാം കോഴ്സസ് ഉണ്ട്. മറ്റേ ചായക്കാശിന് മെന്റലിസം പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോഴ്സ്, അതിലൊന്നും പോയി ചാടരുത്. അത്യാവശ്യം ജെന്യൂൻ ആയിട്ടുള്ള, ഒതന്റിക് ആയിട്ടുള്ള കുറെ മാജിക് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മെന്റലിസ്റ്റ് ആവില്ല. അഫ്കോഴ്സ് മാജിക് ഇസ് എ പാർട്ട്, ബട്ട് അത് മാത്രമല്ല കുറേ നോൺ വെർബൽ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ വേറെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ഡീപ്പ് വേർഷനിൽ പോകുമ്പോൾ കുറേ സബ്ജക്ട്സ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ 2 സ്ഥലങ്ങളെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് വൂഡു സ്കൂൾ ഓഫ് മെന്റലിസം, 2 മുതുകാട് സാറിൻ്റെ മാജിക് അക്കാഡമി. അവിടെയാണോ ചേട്ടൻ? ഇത് രണ്ടും നമ്മുടെ മമ്മൂക്കൊക്കെ പറഞ്ഞ പോലെ അഭിനയത്തിനോടുള്ള ഒരു ആർത്തി എന്ന് പറഞ്ഞ പോലെ ഇതിനോടൊരു ആർത്തി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് വരാവൂ. കാര്യം ഒരു പോയിന്റിൽ ഭയങ്കര ബോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് തോന്നും. കുറേ തിയറീസും കുറേ സാധനങ്ങളും മാത്രം ഇതൊക്കെ വട്ടുപിടിക്കും. അതിൻ്റെ അകത്തൊരു പാഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക. അത്രേ ഉള്ളൂ. അടുത്ത ആർക്കും എന്താ ചോദിക്കാനുള്ള? കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ കൂടെ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നീ മാറി നിൽക്ക്, നീ വേഗം കണ്ടുപിടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും പറയും. ഇങ്ങനെ പറയും. പക്ഷെ ഞാൻ അങ്ങനെ അത് ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും ഇപ്പം മനസ്സിലായാൽ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ, അത് ആർക്കും ഉപദ്രവം ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത്. ആൾക്കാർ വിചാരിക്കും, നേരത്തെ ചോദിച്ച പോലെ കള്ളത്തരം പറഞ്ഞാൽ കണ്ടുപിടിക്കത്തില്ലേ. ഇപ്പം എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം എന്നില്ല. ശരി, ചിലപ്പോൾ അവർ നമ്മളൊരു ബോഡി ലാംഗ്വേജ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ആ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വന്നു പോയതായിരിക്കും. അതുകൊണ്ട് നമുക്ക് 100% അക്യൂറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലായാലും ഞാനിങ്ങനെ മനസ്സിൽ വെച്ചേക്കും. റിലേഷൻഷിപ്സിലും അങ്ങനെ തന്നെയാണോ? ഏത് അപവാദം പറയില്ലേ കുട്ടി? അല്ല, ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നോ? മനസ്സിലാക്കിയത് മനസ്സിൽ തന്നെ വെക്കുവോ? ഇത് പ്രൊഫഷനും ഇതുമായിട്ടേ കുഴയ്ക്കാതിരിക്കുന്നതാണ് സത്യം റിലേഷൻ. അങ്ങനെ കുഴയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഉത്തരങ്ങൾ പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ലൈക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാക്കുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അധികം എൻ്റെ അടുത്ത് അങ്ങനെ കള്ളം പറയത്തില്ല. അത് നമ്മുടെ അടുത്തുള്ള ഒരു വിശ്വാസം, ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാം എനിക്ക് കള്ളം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എൻ്റെ അടുത്തൊരു വെറുപ്പ് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് കള്ളം പറഞ്ഞാൽ മതി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്കത് ഒട്ടും പറ്റത്തില്ല. ഒന്നാമത് നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. അപ്പം അങ്ങനെ കള്ളം പറഞ്ഞതിൻ്റെ ബേസിസിൽ മാത്രം ഞാൻ കട്ട് ചെയ്ത ഒരുപാട് കോണ്ടാക്ട്സ്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കത് ഒട്ടും പറ്റില്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്രൊഫഷണലിയും പേഴ്സണലിയും ഒക്കെ. മീൻസ് ഞാനിപ്പോ കാണുമ്പോഴാണെങ്കിൽ കാണാൻ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇപ്പോഴും, അല്ലാണ്ട് ഉള്ളിൽ ഒരുപാട് മമ്മൂക്കനെ പോലെയാണെന്നാണോ ഉദ്ദേശിച്ചത്? കാണാൻ അതുപോലെ അതേപോലെ അലമ്പ് ലുക്കില് മുടിയൊക്കെ അഴിച്ചിട്ട് അതേ വൃത്തികെട്ട് അപ്പോഴും ഇങ്ങനെ കണ്ട സെയിം ഒന്ന്. അതെ. അപ്പൊ അല്ലാണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ കുറെ വർഷത്തിന് ശേഷമാണ് നമ്മള് പിന്നെ കാണുന്നത്. സോ ചിന്തകളിലൊക്കെ കുറെ മാറ്റങ്ങൾ. ഇപ്പം നമുക്കിപ്പം കുറെ ഷോർട്ട് ടേം, ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ ഷോർട്ട് ടേം പാടല്ല, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന് ആങ്കർ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരിടത്തുനിന്നും പോയി പഠിക്കാതെ തന്നെ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ വരുന്നൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ടൈപ്പ് ഓഫ് ബുക്സ് എന്താ? ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇപ്പൊ അങ്ങനെ കുറവാണ്. ഇപ്പം ഷോസും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം വായിക്കലില്ല. ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ബാലരമ, ബാലഭൂമി ഒക്കെ. ഞാൻ ഓൾറെഡി ചോദ്യം നമുക്ക് ചില കേസുകൾ വരുന്നില്ലേ ഇപ്പൊ പുറത്ത് പോലീസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ട്, അപ്പൊ അങ്ങനെ വല്ല കേസിന്
ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബുക്ക് ഏതാ? മറ്റേ അപ്പം നോളന്റെ സാധനം അല്ലെങ്കിൽ മറ്റേ സീക്രട്ട്, ഇതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ആൾക്കാർ കാണും ഇവൻ എന്താ തേങ്ങ ബാലരമ എഴുതി പോണം. ബാലരമ വായിച്ചവരാണ് അല്ല, പലരും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കേട്ടോ, ഞാൻ സത്യം നമുക്കിപ്പോ വെറുതെ ഇപ്പോഴും വായിക്കും ബാലരമ, ഞാൻ വായിക്കും, ഇപ്പോഴും വായിക്കും ബാലരമ. കളിക്കുടുക്കയും വായിക്കും. എന്തിനാ ഞാൻ വായിക്കും, കിട്ടിയാ വായിക്കും, അത് അന്വേഷിച്ച് പിടിച്ച് വായിക്കില്ല. എന്താ അതിനെന്താ നല്ല കിട്ടിയ വായിക്കും, അതല്ലേ ഞാൻ വിചാരിച്ചു. ചില ആൾക്കാർക്ക് ക്രേസ് കയറിയിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇത് വരുന്നത് കൃത്യമായിട്ട് അങ്ങനെയല്ലല്ലോ. കിട്ടിയാ വായിക്കും. അതിന് ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഓഫ്കോഴ്സ് മണിച്ചിത്രത്താഴ് തന്നെയാണ് ഇഷ്ടം. പിന്നെ വെട്ടം ഇഷ്ടമാണ്. ഈയിടെ കണ്ടതിൽ രേഖാചിത്രം, ഞാനതൊരു പോസ്റ്റ് ഒക്കെ ഇട്ടായിരുന്നു. രേഖാചിത്രത്തിലെ ആ ഒരു ക്ലൈമാക്സോ ഒന്നുമല്ല, എനിക്കതിൽ അവര് മേക്ക് ചെയ്തിരിക്കുന്ന കൊണ്ടുപോയ രീതിയാണോ? അതിൽ ആ മറ്റേ കാലഘട്ടം പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിനോട് അനുസൃതമായിട്ട് മറ്റേ സിനിമയെ ക്ലബ് ചെയ്തിട്ട് ഒരു സാധനം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ബീച്ച് പോകുന്ന സീനിലൊക്കെ ശരിക്കും നമ്മൾ അന്ന് കണ്ട കേരളത്തിന്റെ കുറെ അതെ എലമെന്റ്സ്. അതെ 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 കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സിനിമയിൽ സത്യം പറഞ്ഞ എനിക്കത് മമ്മൂട്ടി അല്ലാന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ കുറെ കഴിഞ്ഞിട്ട്. ഐ ആക്ച്വലി തോട്ട് ഇറ്റ്സ് മമ്മൂട്ടി. നിങ്ങളൊന്നും അങ്ങനെ വിചാരിച്ചില്ല? എന്താ ഫീൽഡ് അല്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആളുടെ നമ്മൾ പെട്ടെന്ന് ബോഡി ലാംഗ്വേജ് ആണല്ലോ ശ്രദ്ധിക്കുക. ആ ചെയ്ത ആർട്ടിസ്റ്റ് ആരാണ്, ആളത് എക്സാക്ട്ലി ഡിക്റ്റോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. താങ്ക് യു കേട്ടോ. നിങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലേ വിചാരിച്ചേ? എന്താ ചോദിക്കാൻ വന്നില്ലേ? അതായത് ഇപ്പം നമ്മൾ പുറത്തുള്ള കുറേ കേസസ് ഉണ്ടാവില്ലേ, ഇപ്പം നമ്മൾ സിനിമയിലെല്ലാം കാണാം ചില മെന്റലിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കേസ് തെളിയിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എൻക്വയറീസ് വന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷെ നമ്മൾ അതങ്ങനെ മെന്റലിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരിക്കലും കേസ് തെളിയിക്കാനൊന്നും പറ്റില്ല. മെന്റലിസം ഈസ് എൻ ആർട്ട് ഫോം. അതിന് ആർട്ട് ഫോം പെർഫോമൻസിൻ്റെതായിട്ടുള്ള രീതി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു ക്ലൂ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം ബിയോണ്ട് ദ സബ്ജക്റ്റ് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഷെർലക് ഹോംസും പരിപാടിയൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പം ക്രിമിനൽ സൈക്കോളജിയൊക്കെ ഞാൻ അത്യാവശ്യം പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എഗെയിൻ പറയുന്നു, ഇല്ലെങ്കിൽ കോൺട്രവേഴ്സിലോട്ട് പോകും. ഒരിക്കലും മെന്റലിസ്റ്റ് അനന്തു ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെന്റലിസ്റ്റ് ആയതുകൊണ്ട് ഒരാൾക്കും കേസ് തെളിയിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സീരീസ് ഉണ്ട് പക്ഷെ അതിൽ മെന്റലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ റിയൽ ലൈഫ് മെന്റലിസ്റ്റിന് അങ്ങനെ കേസ് തെളിയിക്കാൻ, അത് മെന്റലിസം ആർട്ടാണ്. ബിയോണ്ട് ദ മെന്റലിസം കുറച്ചുകൂടെ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് പറ്റും.